ഹലോ ഡിയേഴ്സ്, എൻ്റെ ഈ കുഞ്ഞി ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വയനാട് പോവാണ് കേട്ടോ. അപ്പോൾ വയനാട് പോകുമ്പോൾ എടുത്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇത്. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ സായുമ്മയ്ക്ക് വീട്ടിലുള്ള എല്ലാവരോടും ടാറ്റാ ബൈ ബൈ ഫ്ലൈങ് കിസ്സൊക്കെ കൊടുക്കണം നിർബന്ധമാണ്. അവൾ എൻ്റെ അടുത്തിരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാനിറങ്ങി അച്ഛമ്മേനോടൊക്കെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിനി നേരെ പോവാണ് കേട്ടോ വണ്ടിയിലോട്ട്. വണ്ടി റോട്ടിലുണ്ട്, ഇങ്ങോട്ട് നമ്മുടെ മുറ്റത്തോട്ട് വണ്ടി ഇറങ്ങാത്തതുകൊണ്ട് നമ്മൾ ഇതിലിങ്ങനെ നടന്ന് പോയിട്ട് വേണം വണ്ടി കയറാൻ. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. സായുവിനെ എടുക്കാൻ സമ്മതിച്ചില്ല, അവൾ തന്നെ നടന്ന് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് ചെരുപ്പൊക്കെ ഇട്ട് അവൾ തന്നെ നടന്ന് പോവാണേ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി ജസ്റ്റ് മൂവായിട്ടോ. നമ്മുടെ അച്ഛൻ്റെ കടയുണ്ട് ഇവിടെ, നമുക്ക് അവിടെ ഒന്ന് നിർത്തണം. അച്ഛനോട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് വേണമല്ലോ പോവാൻ. അങ്ങനെ അവിടെ നിർത്തുമ്പോൾ സായുവിന് കുറച്ച് സാധനങ്ങൾ നിർബന്ധമാണ്. അവിടെ എന്തെങ്കിലും ബിങ്കോയോ വല്ല കോലുമിഠായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചോദിക്കാറ്. പക്ഷെ ബിങ്കോ ഇപ്പം അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല, കോലുമിഠായും വാങ്ങിച്ചു കൊടുക്കലില്ല. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ വെച്ചാൽ അവൾ ആകെ നാശമാക്കി തരും. അപ്പോൾ പിന്നെ നമ്മൾ അച്ഛൻ വേറെ എന്തോ ഒരു മിഠായി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ്സൊക്കെ കൊടുത്താൽ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ വൈപ്സൊക്കെ വെച്ച് അങ്ങോട്ട് പിടിച്ച് നിൽക്കും. ഇപ്പം പിന്നെ അവൾ അധികം വലിയ അങ്ങനെ വൃത്തികേടാക്കൂല, പറഞ്ഞാൽ കുറച്ചൊക്കെ അനുസരിക്കുന്നുണ്ട്. 3 വയസ്സായല്ലോ. അച്ഛൻ ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കുമായിരുന്നു കേട്ടോ. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. അങ്ങനെ ഞങ്ങൾ ചിരിച്ചു. അച്ഛൻ വേറെ ഒന്നല്ല കേട്ടോ പറഞ്ഞത്, നമ്മുടെ വണ്ടീനെ വർണ്ണിക്കുകയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് വണ്ടി കറക്റ്റായിട്ട് ഇടാനൊരു ഷെഡോ കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലോട്ടാണെങ്കിൽ വണ്ടി ഇറങ്ങത്തുമില്ല. അപ്പോൾ നമ്മൾ മേലെ ഒരു വീട്ടിലാണ് ഇടൽ. അപ്പോൾ വെയിലും പൊടിയും മഴ പെയ്താൽ മഴയും ഒക്കെ അത് കൊള്ളുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഴുക്കുണ്ട് നമ്മുടെ വണ്ടിയിൽ. വണ്ടി കഴുകാനായി ഇപ്പോൾ അധികം കഴുകിയിട്ടൊന്നും ആയിട്ടില്ല, പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ട് കഴുകാനുള്ളൊരു സൗകര്യം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ പുറത്ത് പോകുമ്പോഴേക്ക് ഇങ്ങനെ കഴുകിക്കലോ അല്ലെങ്കിൽ പേട്ടനെ എവിടുന്നേലൊക്കെ കഴുകലൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് നമ്മുടെ വണ്ടീനെ സുന്ദരനാക്കിയിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ചെക്കനെ നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റിട്ടോ. നമ്മുടെ ജിത്തു ചേട്ടായിൻ്റെ ഏട്ടൻ്റെ ചങ്കിൻ്റെ അനിയനാണ് ജിതിൻ വർക്ക് ചെയ്യുന്ന അവിടെയാണ് കേട്ടോ. നമ്മൾ വണ്ടി അധികവും കാണിക്കലും ഇതേപോലെ ക്ലീനൊക്കെ ചെയ്യലൊക്കെ കഴുകലൊക്കെ വാഷ് ചെയ്യലൊക്കെ അങ്ങനെയൊക്കെ പറയാം. അപ്പം നമ്മൾ അങ്ങനെ അവിടെ കയറ്റിയപ്പം കുറേയധികം നേരം നമ്മൾ അവിടെ പോസ്റ്റ് അടിച്ചു. ഒരു 2-2.5 മണിക്കൂറൊക്കെ ഇരുന്ന് തോന്നുന്നു. അപ്പം നമ്മൾ എന്താക്കി, നമ്മൾ കുറേ രാവിലെ നേരത്തെ ഇറങ്ങിയതാണല്ലോ. അപ്പം രാവിലെ അധികം പോകേണ്ട ആ ഒരു ഇതും കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ട് പോയില്ല. അപ്പം നമ്മളെന്താക്കി, നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ജ്യൂസോ അല്ല സാൻഡ്വിച്ചോ ഒക്കെ കഴിക്കാമെന്ന് കരുതി മലബാറിൽ കയറിയതാണ് കേട്ടോ. എടക്കര മലബാറിൽ കയറിയതാണ്. ഇടവണ്ണയാണ് എടക്കര. ഈ 2 സ്ഥലങ്ങളും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകട്ടോ എന്ന് വിചാരിക്കരുത്. അങ്ങനെ അതിൻ്റെ വീഡിയോ ആരെങ്കിലും കണ്ടാലല്ലേ വിചാരിക്കേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ കയറി 2-3 ജ്യൂസും 2 പപ്സ്, ഒരു സാൻഡ്വിച്ച് അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തു. ഹാർട്ട് ഷേപ്പിലിരിക്കുന്ന സാൻഡ്വിച്ചൊക്കെയാണ് കേട്ടോ കിട്ടിയത്. പപ്സും കിട്ടിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ മെല്ലെ വേഗം കഴിക്കട്ടെ കേട്ടോ. വിശപ്പ് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. സാൻഡ്വിച്ച് കഴിക്കാനേ തുടങ്ങി കേട്ടോ. വേണോ ഇവിടെ നിന്നാണ് എടുക്കല്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പിൽ ഡിസ്പ്ലേ കാണിച്ചു തന്നതാണ് കേട്ടോ ഏട്ടൻ. ഒരു ഷർട്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ
ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്നാണ് എടുക്കലെന്നൊക്കെ പറഞ്ഞു കേട്ടോ. വീണ്ടും ഞങ്ങൾ അവിടെ എത്തി. വീണ്ടും അവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടി കിട്ടിയിട്ടില്ല. കുറേ നേരം അവിടെ ജിതിനോടൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ഫോണിൽ കളിച്ചു, സായിൻ്റെ കൂടെ കളിച്ചു. അങ്ങനെ കുറച്ചധികം നേരം ഞങ്ങളങ്ങനെ ഇരുന്നു കേട്ടോ. സായിന് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അവൾക്കിങ്ങനെ കൂട്ടിലടയ്ക്കപ്പെട്ടല്ലോ. അവൾ പുറത്തിറക്കി വിടാത്തതിൻ്റെ ഒരു മിരിമിരിപ്പൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. അതും ഇതുമൊക്കെ പോയി എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ വണ്ടി നമ്മുടെ കൈ കിട്ടി. മാങ്ങ വേണോ? സമയം ഏതാണ്ട് 1 മണി 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ഇനി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫുഡ് കിട്ടണമെങ്കിൽ ബത്തേരി എത്തേണ്ടി വരും. അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് കിട്ടത്തില്ല. നമ്മൾ നാടുകാണി വഴിയാണ് പോണത്, ദേവാല അങ്ങനെ ആ റൂട്ടാണ് പോണത്. അപ്പോൾ അവിടെ നിന്നൊന്നും ഫുഡ് കഴിച്ചാൽ കിട്ടില്ലല്ലോ. നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് വൈകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചോറ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ 2 പേരും ചോറാണ് കേട്ടോ വാങ്ങിയത്. ചോറ് കഴിച്ചെന്നാൽ എപ്പോഴും ഒരു ഫ്രഷ് ആയിട്ടിരിക്കാം. വേറെ എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ നമുക്ക് ആകെ ഒരു മടുപ്പായിരിക്കും. ഞങ്ങൾ 2 പേരും ചോറൊക്കെ കഴിച്ച് സായിനും കൊടുത്തിട്ട് കയറി കേട്ടോ. ശരിക്കും നാടുകാണി വഴി പോയി മടുത്തു എന്ന് പറയാം. കാരണം ആദ്യമൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു രസമായിരുന്നു. ഈ റൂട്ടൊക്കെ പോകുമ്പോഴേ ഒരു ആനേനെയൊക്കെ കണ്ടാലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒരു ഇതുമില്ല. ഒരുമാതിരി മടുപ്പാണ്. ഇടയ്ക്കൊക്കെ താമരശ്ശേരി കൂടെയൊക്കെ പോവാം എന്ന് ഞാനിങ്ങനെ ഏട്ടനോട് പറഞ്ഞുകൊണ്ട് പോവായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഒരു ദിവസം നമ്മൾ ബീച്ചുവിനെ കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം. സോറി, നമ്മുടെ കുഞ്ഞിസായി ഉറങ്ങി കേട്ടോ. കുറേ നേരം പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ കേട്ട് അങ്ങനെ കുറേ നേരം ഇരുന്നിരുന്ന് ലാസ്റ്റ് മുപ്പത്തി ഉറങ്ങി കേട്ടോ. അപ്പോൾ കുറേ നേരം ഉറങ്ങി കേട്ടോ. ഏകദേശം 1 മണിക്കൂറിനടുത്തൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഹമ്പൊക്കെ ചാടുമ്പം ഞാൻ അവൾ എണീക്കുമെന്ന് കരുതും. പക്ഷെ എണീക്കാതെ എൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അപ്പം നല്ല സുഖമായിട്ട് അവൾ ഉറങ്ങി. കഴിഞ്ഞിട്ടാണോ ഇനി എൻ്റെ പെണ്ണ് ചുമ്പൂച്ചാലോ? ഉറക്കത്തിന് എണീറ്റ് പോയി എൻ്റെ കുട്ടി. ക്ഷീണത്തിലാണ്. കൊച്ചരം കൊണ്ട് ഉറങ്ങിക്കോ. അപ്പോഴത്തേക്കും നമ്മൾ ബത്തേരി എത്തും. അങ്ങനെ നമ്മൾ ബത്തേരി എത്തി. അമ്മമ്മേൻ്റെ സ്നേഹമാണ് കേട്ടോ. കുറേ ആയി കണ്ടിട്ട്. ഉമ്മ കൊടുത്തിട്ട് മതിയാവുന്നില്ല. അമ്മ ബത്തേരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ബത്തേരി എത്തി. അമ്മേനെ പിക്ക് ചെയ്ത് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാം, ചായ എന്തെങ്കിലും കുടിക്കാം എന്നൊക്കെ ഓർത്ത് അങ്ങനെ കയറിയതാണ് കേട്ടോ. കയറിയ സമയത്ത് എനിക്ക് അവിടെ ഭയങ്കര സർപ്രൈസായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യലായിരുന്നു കേട്ടോ. അവിടെ കയറിയപ്പം എനിക്ക് 2 ഫ്രണ്ട്സിനെ കണ്ടു. കുറേ നാൾ കൂടിയിട്ട് കാണുന്നതാണ് കേട്ടോ അവരെ. പക്ഷേ ഒരാളുമായിട്ട് ഞാൻ നമ്പർ ഓഫ് കോണ്ടാക്റ്റൊക്കെ ഉണ്ട്, ഇടയ്ക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ടായിരുന്നു. ഒരാളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ അത് ശരിക്കൊരു സർപ്രൈസ് ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഓർഡർ ചെയ്തു. ചെറുതായിട്ട് വിശക്കുണ്ട് മുപ്പത്തി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സർപ്രൈസ് ഫ്രണ്ട് ഹർഷൽ. ഇവൻ എനിക്ക് വേറൊരു സർപ്രൈസ് തന്നു. വാ നിനക്ക് ഞാൻ വേറൊരാളെ കാണിച്ചു തരാം വാ എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിയിട്ട് പോയിട്ട് ഞാൻ ഇതും വലിയൊരു സർപ്രൈസായി. കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതല്ലേ.
അതെ അതെ കുറെ കാലമായി. അശ്വലിനെയും അജുവിനെയും ഒക്കെ കണ്ട സന്തോഷത്തിൽ ഞാൻ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. കുറച്ചധികം നേരം അവരോടൊക്കെ സംസാരിച്ചായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അവർ വർക്കിലാണ്, നമ്മളും ഇത്രയും വരികയാണ്. അപ്പം നമുക്കത് മനസ്സിലാക്കണമല്ലോ, അവർ വർക്കിലാണല്ലോ. ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈമാണെങ്കിൽ കുറച്ചധികം നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോരായിരുന്നു. പക്ഷേ അതിനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. അങ്ങനെ അവരെ കണ്ട സന്തോഷം എനിക്ക് എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ വലിയ ഫ്രണ്ട്സൊന്നും അല്ലായിരുന്നു അവർ. ഞാൻ അവരോട് അങ്ങനെ സംസാരിക്കാറ് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചധികം നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അവരെ കാണുമ്പം എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് എനിക്ക്. അവരുടെ ഫേസിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നി. ഭയങ്കര ചിരിച്ചുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നോട് സംസാരിച്ചു. എനിക്കും അതേപോലെ ഭയങ്കര സന്തോഷം തോന്നിയിട്ടു. അർഷലിനെ പിന്നെ ഞാൻ ഇടയ്ക്ക് മെസ്സേജ് അയക്കലും കോണ്ടാക്റ്റൊക്കെ ഉണ്ട്. അജുവിനെ ഞാൻ കണ്ടിട്ട് കുറേ, എനിക്ക് അവനെ കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലായിട്ടും ഉണ്ടായിരുന്നില്ല. അവൻ്റെ മുന്നിൽ കൂടിയാണ് ഞാൻ നേരെ ഷോപ്പിലോട്ട് പോയത്. പക്ഷെ എനിക്ക് മനസ്സിലായില്ല. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ഇന്നത്തെ ഒരു ഡേ. അപ്പം ഞാൻ നേരെ വീട്ടിലോട്ട് പോവാണ്. നമുക്ക് കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ലേറ്റായി പോയിട്ടോ. അപ്പം ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഇവിടെ തീരുകയാണ്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.